ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നാൽ, അഥവാ ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ, അല്ല രക്ഷിക്കപ്പെട്ടാൽ, മനസാന്തരപ്പെട്ടാൽ, ആ മനുഷ്യന് കിട്ടുന്ന സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ആ സ്വാതന്ത്ര്യം? ഏതാണ് ആ സ്വാതന്ത്ര്യം? ഒരു ഉദാഹരണം പറയാവോ? കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഒരു ഉദാഹരണം പറയാവോ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു ഹൃദയത്തിൽ വന്നത് മുഖാന്തിരം, രക്ഷിക്കപ്പെട്ടത് മുഖാന്തിരം സാധ്യമായ ഒരു ഉദാഹരണം, ഒരു സ്വാതന്ത്ര്യം, അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. 6:19. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഇന്ന് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഏത് സ്വാതന്ത്ര്യം? തൻ്റെ അവയവങ്ങളെ കൊണ്ട്, തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, നാവ്, കണ്ണ്, മൂക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ, തൻ്റെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഇവയെല്ലാം ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അവയുടെ മേൽ എനിക്ക് നിയന്ത്രണമുണ്ടായിരുന്നില്ല. എൻ്റെ അവയവങ്ങളുടെ മേലും എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ എല്ലാം അടിമയായിരുന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ എന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അവയവങ്ങളെ, എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ കണ്ണിന്, എൻ്റെ നാവിന്, എൻ്റെ നോട്ടത്തെ എല്ലാം പിശാച് ഉപയോഗിക്കാതെ, അവയെ തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കരുത് എന്ന് നിയന്ത്രിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഇന്നെനിക്കുണ്ട്. എൻ്റെ അവയവങ്ങൾ ഇനി പാപം ചെയ്യുകയില്ല, ഇനി പാപത്തിന് എൻ്റെ അവയവങ്ങളെ കൊടുക്കുകയില്ല എന്ന് സ്വന്തമായി തീരുമാനമെടുത്ത് ആ ശക്തി അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്കുണ്ട്. നേരത്തെ ആ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ പാപം വേണ്ട എന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്കുണ്ട്. ഐ ഹാവ് ഫ്രീഡം ടു സേ നോ ടു സിൻ. പാപം വേണ്ട എന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്കുണ്ട്. ക്രിസ്തു ഹൃദയത്തിൽ വരുന്നതിന് മുമ്പ് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്നെനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, അന്ന് എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലത്ത്, ഞാൻ ഇഷ്ടം പോലെ പാപം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, പാപത്തിന് ഞാൻ അടിമയായിരുന്ന കാലത്ത്, നീതിയെ സംബന്ധിച്ച് ഞാൻ സ്വതന്ത്രനായിരുന്നു. അന്ന് ഞാൻ മനസ്സാന്തരപ്പെട്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത്
എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെനിക്കതുണ്ട്. ഞാൻ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ളതായ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെനിക്ക് ആ നിർണയമുണ്ട്, ഇന്നെനിക്ക് ആ തീരുമാനമുണ്ട്. എൻ്റെ വാക്കും എൻ്റെ പെരുമാറ്റവും എൻ്റെ സംസാരവും എൻ്റെ നോട്ടവും എൻ്റെ സ്പർശനവും എല്ലാം ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം എന്നുള്ളതായ ആ നിർണയം എനിക്കുന്നുണ്ട്. നേരത്തെ അതെനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിലും എൻ്റെ രഹസ്യ ജീവിതത്തിലും ദൈവം പ്രസാദിക്കണമെന്നുള്ള ആ തീരുമാനം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ 22-ാമത്തെ വാക്യം കൂടെ വായിക്കാം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ ക്രിസ്ത്യാനിയായി പോയതുള്ളത് കൊണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ടു പോയത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നില്ല. മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ബോണഗെയിനായി, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, അതുകൊണ്ട് കള്ളുകുടിക്കാനുള്ള കഴിവ് പോണില്ല, വേണ്ടാദിനത്തിനുള്ള കഴിവ് പോകുന്നില്ല, വേശ്യാവൃത്തിക്കുള്ള കഴിവ് പോണില്ല, അടിക്ക് തിരിച്ചടിക്കാനുള്ള കഴിവ് പോകുന്നില്ല, ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ ഉരുളിക്ക് ഉപ്പേരി പോലെ തിരിച്ചു പറയാനുള്ള കഴിവില്ലാതായി പോകുന്നില്ല. ഏത് പാപവും ഏത് അധർമ്മവും പണ്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ ഞാനത് ചെയ്യൂല. കാരണം ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. ഇന്നെനിക്ക് വിശുദ്ധീകരണം വേണം. ഇന്നെനിക്ക് മരിക്കാൻ പാടില്ല, എൻ്റെ ആത്മാവ് മരിക്കരുതെന്നുള്ള നിർബന്ധം ഇന്നെനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ പാപം ചെയ്യില്ല. ദൈവമക്കളെ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാപം ചെയ്യില്ല. അവസരം കിട്ടിയാൽ ഞാനൊരു പാപം ചെയ്യില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യൂല. അവസരം കിട്ടിയാലും ചെയ്യൂല. തന്ത്രം മെനഞ്ഞും ചെയ്യൂല. കാരണം അത് വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ സാത്താൻ്റെ കയ്യിൽ നിന്ന് പുറത്തു കടന്നവനാണ്. ഇനി ഞാൻ അവൻ്റെ കയ്യിലേക്ക് പോവുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓർക്കുക, ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒന്ന് ഇനിയുമുണ്ട്, നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഒരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം അതാണ്. അന്നെനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ക്രിസ്തു എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ രഹസ്യ ജീവിതം ക്രിസ്തു പ്രസാദിക്കണം. എൻ്റെ വാക്കും പെരുമാറ്റവും ക്രിസ്തു പ്രസാദിക്കണം. യൗവനകാലത്ത് യൗവനമോഹങ്ങളാണ് അനേകരെ കീഴടക്കുന്നതെങ്കിൽ, പ്രായമാകുമ്പോൾ മനുഷ്യൻ്റെ നാവാണ് അവനെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുന്നത്. യൗവനകാലത്ത് യൗവനത്തിൻ്റെ ഇച്ഛകളും വിചാരങ്ങളും ഉണ്ട്. എന്നാൽ പ്രായമാകുമ്പോൾ നമുക്കറിയാം, നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ പോകുന്ന അവയവം മനുഷ്യൻ്റെ നാവാണ്. മനുഷ്യൻ്റെ നാവാണ് മനുഷ്യൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നത്. യൗവനകാലത്തുള്ള നിയന്ത്രണം പോലും വാർദ്ധക്യം വരുമ്പോൾ ഉണ്ടാവില്ല. അത്രയേറെ ദുഷ്ടതയുള്ള അവയവമാണ് മനുഷ്യൻ്റെ നാവ്. എല്ലാ അവയവങ്ങളെക്കാളും ചീത്ത അവയവമാണ് നാവ്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെന്നറിയപ്പെടുന്ന സഭ 1 യോഹന്നാൻ 3:15 രക്ഷിക്കപ്പെട്ട 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ വ്യാപരിച്ച ഒരു കൊലപാതക ആത്മാവുണ്ട്. അന്നത്തെ സഭയിൽ വ്യാപരിച്ച ഒരു കൊലപാതക ആത്മാവ് ഏതാണെന്ന് അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്. വായിച്ചു നോക്കാം. 1 യോഹന്നാൻ 3:15. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സഹോദരനെ സ്നേഹിക്കാത്ത ഏവനും സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനിലും എന്തില്ല? നിത്യജീവൻ ഉള്ളിൽ വസിക്കുന്നില്ല. ദൈവമക്കളെ, ആ കാലം മുതൽ ക്രൈസ്തവ സഭയിൽ തന്നെ ഉണ്ടായ ഒരു കൊലപാതക ചിന്തയാണത്. മനുഷ്യനെ ശാരീരികമായി കൊല്ലുന്ന കൊലപ്പുള്ളികളുണ്ട്. മനുഷ്യനെ ആത്മീയമായി കൊല്ലുന്ന പൈശാചുണ്ട്.
എന്നാൽ തൻ്റെ കൂടെയുള്ള സഹോദരനെയും സഹോദരിയെല്ലാം തൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കളായ സഹോദരങ്ങളെ മാനസികമായി കൊന്നുകളയുന്ന, അവരെക്കുറിച്ച് പരദൂഷണവും അപദൂഷണവും അത് പരത്തി ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് ആ സഹോദരങ്ങളെ കൊന്നുകളയുന്ന ഒരു കൊലപാതക ചിന്ത ആ കാലത്ത് ഉണ്ടത്. പരദൂഷണത്തിൻ്റെ കൊലപാതകാത്മാവ് അവൻ ദൈവരാജ്യത്തിലുണ്ടാവില്ല. കുറ്റം പറയുന്നവൻ ദൈവരാജ്യത്തിലുണ്ടാവില്ല. ദൈവമക്കളെ ഓർത്തു നോക്കുക. വേണമെങ്കിൽ സ്നേഹത്തിൻ്റെ രാജ്യത്ത് ജീവിക്കാം, വീട്ടുകാരെ സ്നേഹിക്കാം, സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിക്കാം, വേണമെങ്കിൽ അവരെ ദ്വേഷിച്ചും കാലങ്ങൾ കഴിച്ചുകൂട്ടാം. സ്വന്തം കൂട്ടായ്മയിലുള്ളവരെ സ്നേഹിച്ച് ജീവിക്കാം, വേണമെങ്കിൽ പകച്ചും കുറ്റം പറഞ്ഞും ജീവിക്കാൻ കഴിച്ചുകൂട്ടാം. അതെല്ലാം മനുഷ്യൻ തന്നെത്താൻ തീരുമാനിക്കണം. ഏതാണ് ഞാൻ സ്നേഹത്തിൽ ജീവിക്കണമോ അതോ ഞാൻ പിണക്കത്തിൽ കഴിയണമോ എന്നുള്ളത്. നമ്മുടെ നാവിനെ നാം പരിശോധിക്കണം. നമുക്കറിയാം, വിശുദ്ധിയോടെ ജീവിക്കാൻ മനുഷ്യന് അസാധ്യമായ കാര്യമല്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ യൗസേപ്പ് തൻ്റെ 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. 13 കൊല്ലം ജയിലിൽ കിടന്നു. 30-ാമത്തെ വയസ്സിൽ മിസ്രൈമിലെ മന്ത്രിയായി. ഒരു അശുദ്ധി ചെയ്യാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞു. ഒരു വേണ്ടാദിനത്തിന് എന്നെ കിട്ടില്ല തീരുമാനിച്ചു. അങ്ങനെ ജയിലിൽ കിടന്നു. 13 കൊല്ലം അവിടെ കിടന്നു. 30-ാമത്തെ വയസ്സിൽ ആരായി തീർന്നു? മിസ്രൈമിലെ മന്ത്രിയായി തീർന്നു. 110-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ 80 കൊല്ലക്കാലം മിസ്രൈമിലെ മന്ത്രിയായി ജീവിച്ചിട്ടും തന്നെ പൊട്ടക്കിണറ്റിലിട്ട തൻ്റെ 11 സഹോദരന്മാർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. 80 കൊല്ലക്കാലം ആ പദവിയിൽ ഇരുന്നിട്ടും തന്നെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ ആ സഹോദരന്മാർക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഒരു സ്വപ്നമുണ്ടായിരുന്നു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഈ ലോകത്തിലൊരു പദവി സ്വപ്നമായിരുന്നില്ല അത്. തൻ്റെ മരണം അടുത്തപ്പോൾ ഓർത്തു. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർത്തു. തൻ്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. താനൊരു വിശ്വാസിയാണെന്നുള്ള കാര്യം മക്കളോട് പറഞ്ഞു. എൻ്റെ അസ്ഥി ചുവന്നുകൊണ്ട് പോകണം, കാരണം ഞാനൊരു വിശ്വാസിയാണ്. സ്വന്തം ജീവിതം കൊണ്ട്, അപ്പൻ്റെ ജീവിതം കൊണ്ട് മക്കൾക്ക് മനസ്സിലായിരുന്നു അപ്പനൊരു വിശ്വാസിയാണെന്ന്. ദൈവമക്കളെ, ഇന്ന് അപ്പൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ, അമ്മ വിശ്വാസി എന്ന് പറഞ്ഞാൽ, അമ്മായിമ്മ വിശ്വാസി എന്ന് പറഞ്ഞാൽ, മരുമകൾ അംഗീകരിക്കണമെങ്കിൽ ആ സ്വഭാവം കാണണം. യാക്കോബ് താനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മക്കൾ അത് അംഗീകരിച്ചു. കാരണം അപ്പൻ്റെ ജീവിതത്തിൽ അത് കണ്ടു. ദൈവമക്കളെ, സാധിച്ചു. നാവിന് നിയന്ത്രണമുള്ള ഒരു ഭരണാധികാരിയായി 80 കൊല്ലക്കാലം മിസ്രൈമിലെ മന്ത്രിയായി. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, എനിക്ക് പ്രസംഗിക്കാനറിയാം, എനിക്ക് സാക്ഷ്യം പറയാനറിയാം, എനിക്ക് പറഞ്ഞു കൊടുക്കാനറിയാം, പക്ഷെ എനിക്ക് സംസാരിക്കാൻ അറിയാവോ? ആരുടെയും കുറ്റം പറയാതെ സംസാരിക്കാൻ എനിക്കറിയാവോ? ഒരു പരദൂഷണം പറയാതെ, ആരുടെയും കുറ്റം പറയാതെ സംസാരിക്കാൻ നിനക്കറിയാവോ? സഹോദരിമാരെ, നിങ്ങൾക്കറിയാവോ? ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയാതെ സംസാരിക്കാൻ നിങ്ങൾക്കറിയാവോ? സഹോദര, നിനക്കറിയാവോ? നിനക്ക് പ്രസംഗിക്കാൻ അറിയാം, നിനക്ക് സാക്ഷ്യം പറയാനറിയാം, പക്ഷേ കുറ്റം പറയാതെ ഒരു വ്യക്തിയെക്കുറിച്ച് സ്നേഹത്തോടെ, എന്നാൽ അവനിൽ ഇന്നൊരു പ്രശ്നമുണ്ട്, അത് സംസാരിക്കാൻ നിനക്കറിയാവോ? ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യമില്ല, നാവ് കെട്ടപ്പെട്ടതാണ്. യാതൊരു കൊലപാതകനും ദൈവരാജ്യത്തിൽ ഉണ്ടാവുകയില്ല. കാരണം അകത്ത് ദൈവരാജ്യം വന്നിട്ടില്ല. മാമോദീസ വാങ്ങിയ ക്രിസ്ത്യാനിയായി ഹൃദയത്തിൽ യേശുവില്ലാതെ ജീവിക്കുന്നു. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് വാഗൊണ്ട് പറയുന്നു, പക്ഷേ ദൈവരാജ്യം ഹൃദയത്തിലില്ല. ദൈവമക്കളെ, നാം ഇന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നാം നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. കാരണം നാം രക്ഷയുടെ മക്കളാണ്, നാം വിശ്വാസികളാണ്, നാം വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തീരുമാനമുള്ളവരാണ്. നമുക്കെന്താണ് വേണ്ടത്? കർത്താവിൻ്റെ മുമ്പിൽ പവിത്രമായ ഒരു ജീവിതം വേണം.
പാവനമായ ഒരു ജീവിതം വേണം. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ പ്രാവേ, എൻ്റെ നാവിന്മേലൊന്ന് വന്നിരിക്കണമേ എന്ന് ആവശ്യക്കാർക്ക് പ്രാർത്ഥിക്കാൻ മേലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. ബോധമുള്ളവർക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം നാവിന് നിയന്ത്രണമില്ലല്ലോ. ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ ഭർത്താവും, ഞാനും എൻ്റെ അമ്മായിമ്മയും, ഞാനും എൻ്റെ മരുമകളും കൂടെ ഇരുന്ന് സംസാരിച്ചാൽ വീട്ടിൽ കലഹം വരുന്നല്ലോ. പ്രസംഗിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, സാക്ഷ്യം പറയാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷേ തമ്മിൽ സംസാരിക്കാൻ അറിയാൻ മേല. ഒരുവനെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ല. സ്വന്തം ഭാര്യയെ ബഹുമാനിച്ചുകൊണ്ട് ഭാര്യയെക്കുറിച്ച് പറയാൻ ഭർത്താവിന് അറിഞ്ഞുകൂടാ. ബഹുമാനിക്കാൻ ഒന്നുമില്ലെന്നാ പറയണേ. ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ ഭാര്യയ്ക്ക് പറഞ്ഞുകൂടാ. ഓരോ ദൈവവേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതായ വേദന മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതായ ത്യാഗം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവനുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് ബോധിച്ചതുപോലെ സ്വന്തം നാവ് കൊണ്ട് നടക്കുന്നത് ശരിയല്ല സഹോദരങ്ങളെ. നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് നമുക്കിഷ്ടം പോലെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ശരിയല്ല. നാം നമ്മുടെ നാവിൻ്റെ മേൽ ജയമനുഭവിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, യെശയ്യാവിൻ്റെ അധരം കുറ്റം പറയുന്ന അവയവമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ നാവ് കുറ്റം പറയുന്ന നാവായിരുന്നു. അതുകൊണ്ട് ജീവനുള്ള ദൈവം ഒരു തീക്കട്ട എടുത്തു, കൊടിലുകൊണ്ടൊരു തീക്കട്ട എടുത്തിട്ട് യെശയ്യാവിൻ്റെ അധരത്തെ തൊടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ, നിന്റെ അധരത്തെ തൊട്ടതിനാൽ നീ ശുദ്ധിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, യെശയ്യാ പ്രവാചകനായിരുന്നു. അതുപോലെയുള്ളതായ ഒരു നിയന്ത്രണമില്ലായ്മ എനിക്ക് എൻ്റെ നാവ് കൊണ്ടുണ്ട്. ദൈവമക്കളെ, കുറ്റം പറയാനല്ല, ഒരിക്കലുമല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. ദൈവമേ, ഞാൻ പറയുന്ന വാക്കൊരു കുറ്റം പറച്ചിലായിട്ട് ആർക്കും തോന്നരുത് എന്ന്. ദൈവമക്കളെ, കുറ്റം പറച്ചിലല്ല, അതിവേദനയോടെ പറയുകയാണ്. കാരണം നിങ്ങൾ ദൈവരാജ്യത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഒരു കൊലപാതകനും നിത്യജീവനില്ല. എന്തിനാണ് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ വചനം പറയുന്നത്. എന്തിനാണ് വേദപുസ്തകം എഴുതി നിങ്ങളെ പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കൂ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചു നോക്കൂ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അതിനാണിത് എഴുതി വച്ചിരിക്കുന്നത്, അതിനാണിത് പ്രസംഗിക്കുന്നത്, അതിനാണ് ബൈബിൾ ക്ലാസ് നടത്തുന്നത്. നിങ്ങൾക്ക് ദൈവരാജ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവരാജ്യത്തിലുള്ളവരാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തേണ്ടവരാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഭാവിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും മരണം കഴിഞ്ഞാലുള്ള ഭാവി എന്തെന്ന് നല്ല നിർണയമുള്ളവരാണ്, നല്ല ഉറപ്പുള്ളവരാണ്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. എൻ്റെ നാളെയെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ 1 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് എങ്ങനെ അറിയാം? വേദപുസ്തകത്തിലുണ്ട്, ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അവൻ്റെ രക്തത്താൽ എൻ്റെ പാപത്തിന് കഴുകൽ കിട്ടിയവനാണ്. ഞാൻ കൃപയുടെ സന്തതിയാണ്. ഞാൻ പാപമോചനം പ്രാപിച്ചവനാണ്. ഞാൻ കൃപയിൽ ശരണപ്പെട്ടവനാണ്. ശരണത്താലേ നിൻ കൃപയിൽ ഞാൻ ആശ്രയിച്ചവനാണ്. യേശു എന്നെ കഴുകിയതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ടെല്ലാം തികഞ്ഞവനെന്നുള്ളതല്ല. എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഒന്നേ ഉള്ളൂ, എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യരുത്, അറിഞ്ഞുകൊണ്ട് ആരെയും വിധിക്കരുത്, അറിഞ്ഞുകൊണ്ട് ആരെയും മാറ്റരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാവോ? എങ്കിൽ നിങ്ങളുടെ മേലാ പ്രാവ് ഇപ്പോൾ തന്നെ വന്ന് പറന്നിരിക്കും. പരിശുദ്ധാത്മാവെന്ന പ്രാവേ, എൻ്റെ മേലൊന്ന് പറന്നു വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ദൈവമക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ യേശുവുള്ളവരാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് നിങ്ങളുടെ മേൽ തന്നെ
പോലെ വന്നിരിക്കും. ഹല്ലേലൂയ. ഒരു തീപ്പരി എൻ്റെ മേലെ വീഴണമേ എന്ന് സഹോദരങ്ങളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങളുടെ മേൽ ആ തീപ്പരി വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവേദനയെ കാരണം ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ കഴുകുകയാണ്. നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്, ഇത് പ്രസംഗിക്കേണ്ടത്. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ദൈവരാജ്യത്തിൽ ഉണ്ടാകേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്സാരന്മാരല്ല. നിങ്ങൾ ഭയപ്പെട്ട് മാറേണ്ടവരല്ല. കുറ്റം പറഞ്ഞ് നശിക്കേണ്ടവരല്ല. പരദൂഷണം പറഞ്ഞ് അപവാദം പറഞ്ഞ് തീർന്നു പോകേണ്ടവരല്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. വില കൊടുത്ത് മേടിച്ച മക്കളാണ്. കാൽവരിയുടെ സന്തതികളാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. എന്തിന് വെറുപ്പ്, എന്തിന് ഇടർച്ച, എന്തിന് പിണക്കം, എന്തിന് കൊലപാതക ആത്മാവിനെ വെച്ചുകൊണ്ടിരിക്കണം? നമുക്ക് യാത്ര പറയാം, നമുക്ക് സ്നേഹത്തിൽ കഴിയാം, സ്നേഹിക്കാം പ്രിയപ്പെട്ടവരെ. കാരണം അറിവില്ലാത്തവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്. നമുക്ക് ക്ഷമിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ. യോസേപ്പിന് 80 കൊല്ലം നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിൽ പ്രിയ ദൈവവേദനേ, കാൽവരിയുടെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നിനക്ക് 10 കൊല്ലം നിന്റെ സഹോദരന്റെ കുറ്റം പറയാതിരിക്കാൻ സാധിക്കൂലേ? സ്വന്തം ഭാര്യയുടെ, സ്വന്തം അപ്പൻ്റെ, അമ്മയുടെ കുറ്റം പറയാതെ 1 കൊല്ലം ജീവിച്ചിരിക്കാൻ പറ്റൂലേ? ഒരു തീരുമാനമെടുത്ത് നോക്ക് പ്രിയപ്പെട്ടവരെ. 1 കൊല്ലത്തേക്ക് ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ കുറ്റം പറയൂല. അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഞാൻ എൻ്റെ മരുമകളുടെ ഒരു കുറ്റം പറയൂല. നിങ്ങൾ സമർപ്പണം എടുത്ത് നോക്ക്. സമർപ്പണം എടുത്താൽ ദൈവമക്കളെ, എന്താണ് ദാനിയേലിലും യോസേഫിലും എല്ലാം നാം കാണുന്നത്? എന്താണ് നാം കാണുന്നത്? അവരുടെ മേലുണ്ടായിരുന്ന ശക്തി എന്താണ് പ്രിയപ്പെട്ടവരെ? കാരണം അവർക്ക് ഒരു സമർപ്പണമെടുത്താൽ പിശാചിന് കീഴടങ്ങാത്ത ഒരു ശക്തി അവരുടെ മേൽ വ്യാപരിച്ചിരുന്നു. പിശാചിന് കീഴടങ്ങാത്ത ഒരു ശക്തി അവരുടെ മേൽ വ്യാപരിച്ചിരുന്നു. കാരണം എന്താ? അവരെല്ലാം ചെറുപ്പക്കാര്. പിശാചിന് കീഴടങ്ങാത്ത ഒരു ശക്തി. ദൈവമക്കളെ, ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മേലെ വ്യാപരിക്കണം. പിശാചിന് കീഴടങ്ങാത്ത ഒരു ശക്തി, കുറ്റം പറയാത്ത ഒരു നാവ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, 1 മാസത്തേക്ക് ഞാൻ എൻ്റെ ഭവനത്തിൽ ആരുടെയും കുറ്റം പറയൂല. ആരുടെയും കുറ്റം പറയൂല. എൻ്റെ വീട്ടിലുള്ളവരുടെയും കുറ്റം പറയൂല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയ പ്രിയപ്പെട്ടവരെ. മറിച്ച് അവരെ സ്നേഹിച്ച് നോക്ക്, അവരെ പ്രോത്സാഹിപ്പിച്ച് നോക്ക്, സ്നേഹിച്ച് നോക്ക്. അപ്പോൾ അറിയാം വ്യത്യാസം. ഇരുളും പകലും പോലെ വരുന്ന വ്യത്യാസം. കുറ്റം പറഞ്ഞാൽ ആർക്കും ഒരു ഗുണം കിട്ടുകയില്ല. യോസേഫിന് സാധിച്ചു. 80 കൊല്ലം മന്ത്രിയായിരിക്കെ ഒരു മനുഷ്യന്റെയും കുറ്റം പറയാതെ ജീവിച്ചു. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ശമൂവേൽ പ്രവാചകനാണ്. ദാവീദിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ശമൂവേൽ പ്രവാചകനാണ്. 2 പേരെ അഭിഷേകം ചെയ്ത പ്രവാചകൻ ഒരാൾ തന്നെ. 2 പേരുടെയും തലയിൽ വീണ തൈലക്കൊമ്പ് ഒരാളുടെ തന്നെ. 2 പേരെ അഭിഷേകം ചെയ്തത് ഒരാൾ തന്നെ. പക്ഷേ ശൗൽ എവിടെ എത്തി? ദാവീദ് എവിടെ എത്തി? ശൗൽ എവിടെ എത്തി? ദാവീദ് എവിടെ എത്തി? അഭിഷേകം ചെയ്തവന്റെ പ്രത്യേകത കൊണ്ടാണോ? അഭിഷേകം ചെയ്തവന്റെ തൈലക്കൊമ്പിന്റെ പ്രത്യേകത കൊണ്ടാണോ? അല്ല. ശൗലിന്റെ ഹൃദയം നോട്ട് എ കൾട്ടിവേറ്റഡ് ഹാർട്ട്, ഉഴുതുമറിക്കാത്തൊരു ഹൃദയമായിരുന്നു. കലപ്പ കയറാത്തൊരു ഹൃദയമായിരുന്നു. ഒരു തകർന്ന ഹൃദയം ശൗലിന് കിട്ടിയില്ല. അഭിഷേകം ചെയ്ത ഒരാളൊന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളെ മാനസാന്തരപ്പെടുത്തിയ വ്യക്തി ആരായിരുന്നാലും ഒരേ വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളെ മാനസാന്തരപ്പെടുത്തിയത്. നിങ്ങൾക്ക് അനുഭവങ്ങളെ തന്നത് എല്ലാം ഈ കൂട്ടായ്മയിൽ തന്നെയായിരിക്കാം. നിങ്ങൾക്ക് തന്നത് ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കാം. ശമൂവേൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ശൗൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. സഹോദര, നിനക്ക് വാഗ്ദത്തം തന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. അതുകൊണ്ട് മാത്രം നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. നിന്റെ തലമേൽ കൈവച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. ശമൂവേൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. അതുകൊണ്ട് ശൗൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. കാരണം ശൗലിന്റെ ഹൃദയം ദുഷ്ടതയുള്ളതാണ്. ദൈവമക്കളെ, നാം എന്താണ് വേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം, സമർപ്പണം എടുക്കണം. അപ്പോൾ ആ ശക്തിയുടെ വ്യാപാരം ഉണ്ടാവും. നാം ഒരു സിനിമാ കോട്ടയിലല്ല ഇരിക്കുന്നത്. നാം ഒരു സിനിമാശാലയിലാണ് ഇരിക്കുന്നതെങ്കിൽ
നമ്മളിൽ വ്യാപരിക്കുന്നത് വേറൊരു ശക്തിയായിരിക്കും. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളിൽ ഒരു പിശാചിൻ്റെ തലോടലായിരിക്കും, അധമവികാരങ്ങളായിരിക്കും നമ്മളിൽ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. നാം തീയുടെ നടുവിലാണ് ഇരിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്നവൻ തീയാണ്. അവൻ തീ കൊണ്ട് ഉത്തരം തരുന്നവനാണ്, തീ കൊണ്ട് മറുപടി തരുന്നവനാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരെ, നിങ്ങളും തീരുമാനിക്കുക. യോസേപ്പ് ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ യൗവനക്കാരൻ്റെ മുഖത്ത് അതിൻ്റെ പ്രകാശം കാണുമാറായിരുന്നു. ഒരു തീരുമാനമെടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബാല്യക്കാരൻ്റെ മുഖത്ത് ആ പ്രകാശം വന്നെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ഈ വിദ്യാർത്ഥികളെ, നിങ്ങളൊരു തീരുമാനമെടുക്ക്. ഹല്ലേലൂയ. നിങ്ങളൊരു തീരുമാനമെടുക്ക്. അടുത്ത ക്ലാസ് ടെസ്റ്റ് വരുമ്പോൾ നിനക്കറിയാം അതിന്റെ വ്യത്യാസം. നീ ഒരു സമർപ്പണം എടുക്ക്. അടുത്ത ക്ലാസ് പരീക്ഷ വരുമ്പോൾ നിനക്കറിയാമേ വ്യത്യാസം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദാനിയേലിന് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് ആ വ്യത്യാസം വന്നുവെങ്കിൽ, പ്രിയ ദൈവത്തിലെ, നീ ഇന്നൊരു തീരുമാനമെടുക്ക്. ഒരു വിശുദ്ധിക്കുള്ള തീരുമാനമെടുക്ക്, ശുദ്ധീകരണത്തിനുള്ള തീരുമാനമെടുക്ക്, കുറ്റം പറയാ ജീവിക്കാൻ തീരുമാനമെടുക്ക്. അടുത്ത പരീക്ഷയിൽ, അടുത്ത ഇന്റർവ്യൂ വരുമ്പോൾ നിനക്കത് രുചിച്ചറിയാൻ സാധിക്കും, നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അടുത്ത ടെസ്റ്റ് വരുമ്പോൾ നിനക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു തലമുറയെ തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കാരണം സമർപ്പണത്തിന് വില കൊടുക്കുന്നൊരു ദൈവമുണ്ട്. യൗസേപ്പിന്റെ സമർപ്പണത്തിന് വില കൊടുത്തൊരു ദൈവമുണ്ട്. ദാനിയേലിന്റെ സമർപ്പണത്തിന് വില കൊടുത്തൊരു ദൈവമുണ്ട്. അവന്റെ മുഖത്ത് പ്രകാശം വരുത്തിയൊരു ദൈവമുണ്ട്. അവൻ മരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി വിശ്രമിച്ചോ, കാലാവസാനത്തിൽ ഞാൻ ഏറ്റു, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു, ഞാൻ നിന്നെ മടക്കിക്കൊണ്ട് വന്നുകൊള്ളാം. ഹല്ലേലൂയ. ദൈവം നിന്നെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു അശുദ്ധിയുടെ ആത്മാവല്ല വ്യാപരിക്കുന്നത്, സ്നേഹത്തിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. കർത്താവിന്റെ തലോടലാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. പ്രാവ് പറന്നു വരികയാണ്. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ബുദ്ധിയുടെ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധിയോട് നിങ്ങൾക്ക് സ്നേഹം വരികയാണ്. എനിക്ക് വിശുദ്ധനാകണം, എനിക്ക് പാപം വേണ്ട, എനിക്ക് അധർമ്മം വേണ്ട, എനിക്ക് കുശുമ്പ് വേണ്ട, എനിക്ക് കുന്നായ്മ വേണ്ട, എനിക്ക് പിണക്കം വേണ്ട, എനിക്ക് പിണങ്ങിക്കിടക്കണ്ട, എനിക്ക് തള്ളിക്കളയണ്ട, എനിക്ക് മർദ്ദിക്കണ്ട, എനിക്ക് ചേർത്ത് പിടിച്ചാൽ മതി. ഇവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ രക്തത്തിന്റെ രക്തമാണ്, എൻ്റെ മാംസത്തിന്റെ മാംസമാണ്. ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് അവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. കർത്താവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം മടക്കി തരണമേ. ഹല്ലേലൂയ. ദൈവമേ, നിങ്ങൾ തീരുമാനിക്കൂ. ഒരു രോഗശാന്തിയുടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. രോഗത്തിന്റെ ആത്മാവ് മാറട്ടെ, രോഗശാന്തിയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഏറ്റെടുക്കണമേ, ഈ ജനത്തെ സന്ദർശിക്കണമേ, ഈ ജനത്തിന് മേൽ ആത്മാവിനെ പകരണമേ, ഇവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവ് കടന്നു വരണമേ, ഐക്യത്തിന്റെ ആത്മാവ് കടന്നു വരണമേ, ഒരു മനസ്സിന്റെ ആത്മാവ് കടന്നു വരണമേ. കുടുംബങ്ങളിൽ ആത്മാവ് വ്യാപരിക്കണമേ. ഞങ്ങൾക്ക് പരദൂഷണത്തിന്റെ വ്യാപാരികളാകണ്ട, ഞങ്ങൾക്ക് പരദൂഷണത്തിന്റെ വ്യാപാരികളാകണ്ട. തീരുമാനിക്ക്. നമുക്ക് സ്നേഹത്തിന്റെ വ്യാപാരികളാകാം, നമുക്ക് സ്നേഹത്താൽ നിറയ്ക്കാം. തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ പരദൂഷണത്തിന്റെ വ്യാപാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എനിക്ക് നീ മതി, എനിക്ക് യേശുവേ നീ മതി, എനിക്ക് വിശുദ്ധി മതി, എനിക്ക് പാപം കൂടെ ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. പാപത്തോട് യാത്ര പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. 10 ദിവസം കഴിയുമ്പോൾ ദൈവവേദലേ, നീ വരുമ്പോൾ നിനക്കറിയാം ദൈവം നിന്നെ തൊട്ടു എന്ന്, ദൈവം നിന്നെ സന്ദർശിച്ചു എന്ന്, ദൈവകൃപ വ്യാപരിച്ചു എന്ന്, ഹൃദയം മാറിയെന്ന്, അനുഭവങ്ങൾ ഉണ്ടായി എന്ന്, സ്വർഗത്തിൽ നിന്റെ പേര് എഴുതിയെന്ന്, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായി എന്ന് നിനക്കറിയാം. ദാനിയേലിന് അടയാളം കൊടുത്ത ദൈവം നിനക്ക് അടയാളം തരട്ടെ, എനിക്ക് നിങ്ങൾക്ക് അടയാളം തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.